നമസ്കാരം. യൂട്യൂബ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം അത്യാവശ്യം നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. നന്നായിട്ട് ഉപയോഗിക്കുന്നവർക്കും കഴിവുള്ളവർക്കും ഒക്കെ തന്നെ നല്ല രീതിയിൽ ബെനിഫിറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ്. എന്നാൽ ഇപ്പം ഇതേ പ്ലാറ്റ്ഫോമിൽ മലയാളികൾക്കിടയിൽ നിന്ന് തന്നെ ഒരുപാട് ഉഡായിപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ച് ജീവിക്കാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അവർ ഓരോരുത്തരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ സമയത്ത് യൂട്യൂബിൽ വരുന്ന സമയത്ത് അവർ ഭയങ്കര പാവത്താനെ പോലെ സഹതാപം പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിരിക്കും കാഴ്ചവെക്കുന്നത്. പക്ഷെ പിന്നീട് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കിട്ടുന്നതോടുകൂടി അവരുടെ ഭാവവും മട്ടും അങ്ങ് മാറും. പിന്നെ സബ്സ്ക്രൈബേഴ്സിന് എന്തോ ഔദാര്യം ചെയ്തു കൊടുക്കുന്ന രീതിയിലായിരിക്കും അവർ വീഡിയോസ് ഒക്കെ ചെയ്യുക. അപ്പൊ അത്തരത്തിലൊരു ഉഡായിപ്പാണ് ഞാൻ ഈ കാണിച്ചേക്കുന്ന ഈ സ്ത്രീ. ഇവരുടെ പേര് ഷാജിദ ഷാജി എന്നാണ്. കുറേ ദിവസങ്ങളായിട്ട് ഇവരെ കുറിച്ചിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ വേണ്ടി സാധിക്കും. ഒരുപാട് റിയാക്ഷൻ വീഡിയോസിലൊക്കെ തന്നെ ഇവരെ കുറിച്ചിട്ടുള്ള ചർച്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സമയത്ത് ഞാൻ വലിയ കാര്യമാക്കിയൊന്നും എടുത്തിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് ഇവര് പക്ക ഉഡായിപ്പാണെന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇവരെ കുറിച്ച് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇവരെ കുറിച്ച് അറിയാത്തവരോടായിട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. ഇവർ യൂട്യൂബിൽ വന്നത് സഹതാപം എന്ന് പറയുന്ന ആ ഒരു ഇമേജോട് കൂടിയിട്ടാണ്. ആദ്യ കാലഘട്ടത്തിൽ അത്യാവശ്യം മോശപ്പെട്ടിട്ടുള്ളൊരു സാഹചര്യമായിരുന്നു ഇവർക്ക്. ഭർത്താവ് മരണപ്പെട്ടു പോയി, 5 കുട്ടികളുള്ള ഒരു അമ്മ ആ 5 കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് പെടുവാണ്. കുട്ടികളെ നോക്കാൻ പറ്റാതെ ആദ്യത്തെ 2 കുട്ടികളെ യത്തീംഖാനയിൽ കൊണ്ടാക്കുന്നു. അങ്ങനെ വളരെ മോശപ്പെട്ടിട്ടുള്ളൊരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള ഒരു ഇമേജ് ആയിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ യൂട്യൂബിൽ വന്ന സമയത്ത് ഒരുപാട് പേര് ഇവരെ സപ്പോർട്ട് ചെയ്തു. റിയാക്ഷൻ വ്ളോഗേഴ്സ് ഒക്കെ തന്നെ ഇവരുടെ വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്തു. അങ്ങനെ കുറെ പബ്ലിസിറ്റി ഇവർക്ക് കിട്ടി, സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. അങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ ഒക്കെ കിട്ടാൻ തുടങ്ങിയതോടുകൂടി ഇവരുടെ ഭാവവും മറ്റും അങ്ങ് മാറി. പിന്നെ അഹങ്കാരം എന്ന് പറയുന്നത് അവരുടെ സ്ഥായി ഭാവമായി. അത്യാവശ്യം വരുമാനമൊക്കെ കിട്ടി തുടങ്ങിയതോട് കൂടിയിട്ട് സബ്സ്ക്രൈബേഴ്സിന് ഔദാര്യം ചെയ്തു കൊടുക്കുന്ന രീതിയിലുള്ള വീഡിയോസാണ് പിന്നെ അവരുടെ ചാനലിൽ വന്നു തുടങ്ങിയത്. സബ്സ്ക്രൈബേഴ്സിനോട് പുച്ഛം, അഹങ്കാരം, ദേഷ്യം ഈ രീതിയിലുള്ള വീഡിയോസാണ് പിന്നീട് ഇവരുടെ ചാനലിൽ വന്നു തുടങ്ങിയത്. അതിനുശേഷം ഇവരൊരു കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമാണ്. പിന്നെ കുറേ കമൻറ്റിലില്ല വിധവയാണെന്നുള്ള കമൻറ്റ് വന്നു. ഇനി വിധവ എന്ന് പറയില്ല. എൻ്റെ കല്യാണം ആണെന്ന് ഞാൻ പറഞ്ഞില്ല. എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മെഹറാണ് ഈ കഴുത്തിൽ കിടക്കുന്നത്. ഓക്കെ, ഈ കഴുത്തിൽ കിടക്കുന്നത് മെഹറാണ്. ഇതിന് ഇനി ലോക്കറ്റും കൂടി വരാമെന്ന്. ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് ഒക്കെ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് പറയാണ്ടിരുന്നതാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുള്ളായിട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിക്കാഹ് കഴിഞ്ഞു, എന്താ പറയുക, മെഹറിട്ടു, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വിധവ എന്നുള്ളത് പറയണ്ട. എന്തിനാണ് ഇങ്ങനെ വിധവ പറയുന്നത്? അപ്പോൾ വിധവയല്ല, അപ്പോൾ വേറൊരാളുടെ ഭാര്യയാണ്. അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും. കേട്ടല്ലോ, ഒരു സ്ത്രീ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു, രണ്ടാമത് കല്യാണം കഴിക്കുന്നു, അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല. പിന്നെ അവർ കുറച്ച് അഹങ്കാരത്തോടു കൂടിയിട്ടാണ് അത് വന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് ക്ഷമിക്കാം. പക്ഷെ പിന്നീടാണ് ഇവരുടെ ഉഡായിപ്പ് എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ മഹറൊക്കെ കാണിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ വന്നിട്ട് വീഡിയോ ഇട്ടു, ഞാൻ കല്യാണം കഴിക്കുന്നില്ല, ഞാനത് വെറുതെ പറഞ്ഞതാണ്, സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ചതാണ് എന്നുള്ള രീതിയിൽ വന്നിട്ട് അവരൊരു വീഡിയോ ഇട്ടു. അതിനുശേഷമാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയത് ഇവർ ശരിക്കും കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. ദുബായിലുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് മഹർ വാങ്ങിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് ഇവർ ഈ താലിമാല, ഈ മാല വാങ്ങിക്കാനും ഒക്കെ തന്നെ അഡ്വാൻസ് ഒക്കെ കൊടുക്കുന്നത്. ആ സമയത്താണ് ഇവരുടെ ചാനലിൽ തന്നെ വേറൊരു ഷോർട്ട് വീഡിയോസ് വരുന്നത്. ആ വീഡിയോയ്ക്കകത്ത് 26 വയസ്സുള്ള ഒരു ചെറിയ പയ്യൻ, ആ പയ്യനുമായിട്ട് നിൽക്കുന്ന വീഡിയോസ് ഒക്കെ തന്നെ വളരെയധികം വൈറലായി. അപ്പൊ എല്ലാവരും കരുതി ആ പയ്യനെ ആയിരിക്കും ഇവർ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ പയ്യനെയാണ് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ള രീതിയിലായിരുന്നു ഇവരുടെ സംസാരവും ഭാവവും ഒക്കെ. അപ്പൊ അതോടുകൂടി എന്ത് ചെയ്തു, ഈ ദുബായിലുള്ള ഈ താലിമാല വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്ത ആളെ പറ്റിക്കുന്ന രീതിയിലായില്ലേ. അത് കഴിഞ്ഞപ്പോഴാണ് ഇവർ വന്നിട്ട് യൂട്യൂബിൽ വന്നിട്ട് ഞാൻ കല്യാണം ഒന്നും കഴിക്കാൻ പോകുന്നില്ല, എല്ലാ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുകയായിരുന്നു, എല്ലാവരും ഇങ്ങനെ നിരന്തരം എന്നോട് കല്യാണം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചതിന്റെ കാരണത്താൽ മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് എന്ന് വന്ന് ഒരു വീഡിയോ ഇടുന്നത്. ആ വീഡിയോയും ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, കല്യാണം കഴിയാണ്ട് തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞതാണ്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെറുക്കൻ ഇപ്പൊ പറഞ്ഞുണ്ടാക്കിയത് സർഫലി കാസർഗോഡുള്ള ചെറുക്കനാണ്. അവനാണ് എന്നെ കല്യാണം കഴിച്ചതാണ്. പക്ഷെ ഞാൻ അവന് കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. അവൻ എൻ്റെ ഫ്രണ്ടാണ്. മെയിനായിട്ട് ഞങ്ങൾ കോഴിക്കോട് മറ്റേ വയനാടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സുകൾ തമ്മിൽ വീഡിയോ എടുക്കുന്ന പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഷോർട്സ് വീഡിയോസാണ് ഞാൻ ഇട്ടത്.
അല്ലാണ്ട് ഒരിക്കലും ഞാൻ അവനെ കല്യാണം കഴിച്ചു എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ മെഹർ കാണിച്ചത് താലി, അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. കാരണം ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഫോൺ കോൾസ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ അങ്ങനത്തെ തീരുമാനം എടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ അത് പറഞ്ഞത്. പിന്നെ ഇത്ര വലിയ പ്രശ്നത്തിലേക്ക് ഇത് പോകുമെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. പിന്നെ വേറെ ഇപ്പോഴത്തെ വലിയ പ്രശ്നമായിട്ട് വരുന്നുണ്ട് ഹണി ട്രാപ്പ്. അവന് ലക്ഷങ്ങൾ ഞാൻ മേടിച്ചു, അവൻ്റെ നിന്ന് ലക്ഷങ്ങൾ മേടിച്ചിട്ട് ഞാൻ ഇതാക്കണ്, പൈസ മേടിച്ചിട്ട് അവനെ ട്രാപ്പ് ചെയ്തതാണ്, കുടുക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങൾ ഈ വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് വേണം. അതുകൊണ്ടാണ് ഈ കല്യാണത്തിൻ്റെ കാര്യം ഞാൻ തുറന്ന് പറയാമെന്ന് വിചാരിച്ചത്. പിന്നെ എന്നെ അറിയാവുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ അറിയാം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലാന്ന്. പിന്നെ ഞാൻ അവരോടൊക്കെ എനിക്ക് വിളിച്ച ഏകദേശം ആൾക്കാരൊക്കെ ഞാൻ സത്യം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പം ഇതാണ് പറയാനുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ നീ എന്തിനാ ഇത്രയും കാര്യങ്ങൾ പ്രചരിപ്പിച്ചെന്ന് ചോദിക്കും. തെറ്റാണ് ചെയ്തത്, എന്തായാലും ഞാൻ തെറ്റ് സമ്മതിക്കുന്നു. പക്ഷേ ആ ഒരു പിന്നെ 10-26 വയസ്സായ ചെക്കൻ്റെ ജീവിതം നീ കളിച്ചില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. ഞാനിപ്പോൾ ആ ഷോർട്സ് വീഡിയോ ഇട്ടതുകൊണ്ട് ഞാൻ അവനെ കല്യാണം കഴിച്ചു. എങ്ങനെയുണ്ട്? ഒരു മനുഷ്യനെ കല്യാണം കഴിക്കാം, അയാളുടെ കൂടെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനം കൊടുത്തിട്ട് അയാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് മാലയൊക്കെ വാങ്ങിക്കുന്നു. ആ അഡ്വാൻസ് വാങ്ങിച്ചതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ആ വ്യക്തി വേറൊരു ചാനലിലൂടെ പുറത്തു വിട്ടിട്ടുണ്ട്. അയാളോട് സംസാരിച്ച വോയിസ് ക്ലിപ്പും അതെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അയാളെ പറ്റിക്കുന്ന രീതിയിലല്ലേ? അങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ തട്ടുന്നതിനെ എന്താണ് പറയുന്നത്? ഹണി ട്രാപ്പ് എന്നാണ്. അപ്പൊ ഹണി ട്രാപ്പിലും ഇവർ ഇൻവോൾവ് ആണ്, മനസ്സിലായല്ലോ. അതിനുശേഷം വേറൊരു അവരെക്കാട്ടിൽ ചെറിയ പ്രായമുള്ള ഒരു പയ്യന്റെ കൂടെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നു. അവനെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഇമേജ് സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്നു, നാട്ടുകാർക്ക് കൊടുക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഉഡായിപ്പിന്റെ ആശാട്ടിയാണ് അവര്, സത്യം. എന്നിട്ട് ഇപ്പൊ അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാമോ? ഇപ്പൊ ചാനലിലൂടെ വന്നിട്ട് അങ്ങ് ന്യായീകരണ വീഡിയോയുടെ പരമ്പരയാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതും പോരാഞ്ഞിട്ട് കുറെ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ആ ഇന്റർവ്യൂസിലും വന്ന് ന്യായീകരണം പറയുന്നുണ്ട്. ഇവർ പറയുന്നതെല്ലാം കള്ളത്തരമാണെന്നുള്ളത് ഇപ്പൊ തന്നെ തെളിഞ്ഞിട്ടുണ്ട്. ഇവർ വന്നിട്ട് പറയുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കാനാണ്, ഒരുപാട് പേര് നിരന്തരമായിട്ട് ശല്യം ചെയ്യുന്നത് കൊണ്ടാണ്. യൂട്യൂബിൽ നിന്ന് അവർക്കങ്ങ് ശല്യമാണ്. എന്നെ കല്യാണം കഴിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ശല്യമാണ്. അങ്ങനെ ശല്യം ചെയ്യുന്ന കാരണത്താൽ വെറുതെ കള്ളം പറഞ്ഞതാണെന്നാണ് ഇവർ ഈ എക്സ്പ്ലനേഷനിൽ പറയുന്നത്. പക്ഷെ അത് കള്ളമല്ല എന്ന് ഇപ്പൊ തന്നെ തെളിഞ്ഞിട്ടുണ്ട്. 26 വയസ്സുള്ള ഒരു പയ്യന്റെ ജീവിതവും നശിപ്പിച്ചു. അതും പോരാഞ്ഞിട്ട് കൂടെ ജീവിച്ചോളാം, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ദുബായിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് മാല പണിഞ്ഞു. അപ്പൊ ഈ ഉഡായിപ്പുകളെയൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരല്പം ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള ഒരുപാട് ഉഡായിപ്പുകൾ നമ്മുടെ യൂട്യൂബിലുണ്ട്. അപ്പം അവരെയൊക്കെ കണ്ണുമടച്ച് വിശ്വസിക്കാതെ അവരെന്തെങ്കിലുമൊക്കെ അങ്ങ് സഹതാപം പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് കണ്ണുമടച്ച് വിശ്വസിച്ച് അവർക്ക് പൈസയൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ചിന്തിക്കുക. ഇപ്പോഴും ഉഡായിപ്പുകൾ പറഞ്ഞ് ന്യായീകരണം നടത്തിക്കൊണ്ട് പുള്ളിക്കാരി ചാനലിൽ തന്നെ നിലകൊള്ളുന്നുണ്ട്. അപ്പൊ ഇത്തരം ഉഡായിപ്പുകളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർക്ക് തിരിച്ചറിവില്ല എന്നുള്ളതാണ് സത്യം, യാഥാർത്ഥ്യം. ഇവരൊക്കെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്ന് പറയുന്നതോടുകൂടി നമ്മൾ പിന്നങ്ങ് ഓടി ചെല്ലും അവരുടെ കല്യാണ വീഡിയോ കാണാൻ, ആരെയാണ് കെട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കങ്ങ് വ്യഗ്രതയാണ്, വ്യാകുലതയാണ്. ഇതുപോലെയുള്ള ഉഡായിപ്പുകളുടെ ഒന്നും പേരിൽ നമ്മൾ വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ഉഡായിപ്പുകൾ ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലുണ്ട്. അവരെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യാൻ അർഹതയുള്ളവരെ മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്യുക, അല്ലാത്തവരെ സപ്പോർട്ട് ചെയ്യാനേ പോകരുത്.